ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലബാർ സൈഡിലൊക്കെ കിട്ടുന്ന അവൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കടയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. 5 മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കിയെടുക്കാൻ. നോമ്പ് തുറക്കൊക്കെ പറ്റിയ റെസിപ്പിയാണ്. ഇതൊരെണ്ണം കഴിച്ചാൽ വിശപ്പും ദാഹവും ഒക്കെ മാറും. അപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് അവൽ വറുത്തെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. നല്ല കട്ടിയുള്ള അവൽ വേണം എടുക്കാൻ. നൈസായിട്ടുള്ള അവലെടുത്താൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് പോവും. വെള്ള അവലായാലും ചുവപ്പായാലും കുഴപ്പമില്ല. ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക. അതിലോട്ട് അവൽ ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം തീയിലിട്ടിട്ട് 2 മുതൽ 5 മിനിറ്റ് വരെ വറുത്തെടുക്കാം. അവൽ നല്ല ക്രിസ്പി ആയിട്ട് വരണം, കരിഞ്ഞു പോവരുത്. അപ്പോൾ അവൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിൽ 3-4 ചെറുപഴം അരിഞ്ഞിട്ട് കൊടുക്കുക. രസകദളി പഴം എടുക്കുന്നതായിരിക്കും നല്ലത്. ഫോർക്ക് വെച്ചിട്ടോ സ്മാഷർ വെച്ചിട്ടോ ഉടച്ചെടുക്കുക, അരച്ചെടുക്കരുത്. അപ്പോൾ ഇതും മാറ്റി വയ്ക്കുക. ഇനി മിക്സിയുടെ ജാറിലോട്ട് 2 കപ്പ് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുത്ത പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല കട്ടിയുള്ള പാലാണ് എടുത്തത്, അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ 1 കപ്പ് പാല് കൂടി ചേർക്കും. കട്ടിയില്ലാത്ത പാലാണെങ്കിൽ വെള്ളം ചേർക്കരുത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റും കുറച്ച് കുറുകിയൊക്കെ വരും. പാൽപ്പൊടിക്ക് പകരം ഐസ്ക്രീം ചേർത്താലും മതി. 2 ടേബിൾ സ്പൂൺ ഹോർലിക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ് അല്ലെങ്കിൽ ബോൺവിറ്റ. ഹോർലിക്സ് ചേർത്തുണ്ടാക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്. 3 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ ഇതും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ അവൽ മിൽക്ക് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് 1-2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ചേർത്ത് കൊടുക്കുക. കപ്പലണ്ടിക്ക് പകരം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത അണ്ടിപ്പരിപ്പ് ചേർത്താലും മതി. ഇനി ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അവൽ 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പാല് മിക്സ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ പഴം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അവൽ, കപ്പലണ്ടി, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, മുകളിൽ ഞാനൊരു ചെറിയും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ചില കടകളിലൊക്കെ വാങ്ങുമ്പോൾ ഐസ്ക്രീമും കൂടെ വയ്ക്കാറുണ്ട്. അപ്പോൾ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് ഐസ്ക്രീം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറി വെച്ചാൽ മതി. കുറച്ച് ബൂസ്റ്റ് കൂടെ വിതറി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുന്നതിന് പകരം പാലും അവലും ഉടച്ച പഴവും കപ്പലണ്ടിയൊക്കെ ചേർത്തിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഈ രീതിയിലൊന്ന് അവൽ മിൽക്ക് ഉണ്ടാക്കി നോക്കുക. ഇഫ്താറിന് ഇതൊരെണ്ണം കഴിച്ചാൽ വിശപ്പും ദാഹവും ഒക്കെ മാറും. കൂടാതെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ഫോളോ ചെയ്യാനും മറക്കല്ലേ.